ഹായ്, എല്ലാവർക്കും സലു കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ബൂസ്റ്റ് മിൽക്ക് ഷേക്കാണ്. ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ഒരു ഷേക്കാണ്. കുട്ടികൾക്കൊക്കെ ഇത് വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഷേക്ക് ഉണ്ടാക്കുന്നതിന് മുൻപ് ഒരു ബൗൾ എടുത്തിട്ട് ആ ബൗളിലേക്ക് കുറച്ച് ബേസിൽ സീഡ്, കണ്ടോ, ബേസിൽ സീഡ് എന്ന് പറഞ്ഞാൽ ഇതാണ്. നമ്മുടെ നാട്ടിൽ കസ്കസ് എന്ന് പറയും, ചിലടത്ത് ഇത് ചില സീഡ് എന്നും പറയുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇത് ഞാൻ ഒരു ടേബിൾ സ്പൂണ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാണ്. എന്നിട്ട് ഇതൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് വാഷ് ചെയ്തെടുക്കും. ഒരു അരിപ്പയിലിട്ടിട്ടാണ് നമ്മളിത് വെള്ളം ഒഴിച്ച് വാഷ് ചെയ്തെടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് കുതിരാനായിട്ട് മാറ്റി വെക്കും. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഇത് കുതിർന്ന് കിട്ടും. അപ്പൊ ഞാൻ ഇതൊന്ന് വാഷ് ചെയ്തിട്ട് വരാം. ഇതുപോലെ ഒരു ചായയുടെ അരിപ്പയിൽ വെച്ചിട്ടാണ് ഞാനിത് വാഷ് ചെയ്ത് എടുക്കുന്നത്. ഇതിപ്പോൾ വാഷ് ചെയ്തെടുത്തതാണ്. ഇനി ഇത് ഈ ബൗളിലേക്ക് ഇട്ടിട്ട് കുറച്ചധികം വെള്ളം ഒഴിച്ച് ഇത് കുതിരാനായിട്ട് വെക്കാം. ഇതിനെ മാറ്റി വെക്കാം. ഈ ബൂസ്റ്റ് ഷേക്ക് ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ്. ഒന്നും വേണ്ട, നമ്മൾ ഫ്രീസറിൽ വെച്ചെടുത്ത പാലാണിത്. കണ്ടോ, ഇത് നല്ല കട്ടിയുള്ള പാലാണ്. ഞാനിത് ഫ്രീസറിലേക്ക് വെച്ച് സെറ്റ് ചെയ്ത് എടുത്തതാണ്. ഇതുപോലത്തെ പാല് വേണം നമുക്ക് ബൂസ്റ്റ് ഷേക്ക് ഉണ്ടാക്കാൻ വേണ്ടി വേണ്ടത്. പിന്നെ വേണ്ടത്, ഞാനിവിടെ ചെറിയ ഒരു പാക്കറ്റ് ബൂസ്റ്റ് എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ കയ്യിൽ ബോട്ടിൽ ബൂസ്റ്റ് ആണെങ്കിൽ അതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ ബൂസ്റ്റ് എടുത്താൽ മതി. പിന്നെ നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന കസ്കസ്, ആവശ്യത്തിനുള്ള പഞ്ചസാര. ഇനി ഇതെങ്ങനെയാണ് നമുക്ക് ഷേക്ക് ആക്കുന്നതെന്ന് നോക്കാം. ഒരു ബ്ലെൻഡർ എടുക്കണം. ഈ ബ്ലെൻഡറിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. മധുരമൊക്കെ പിന്നെ നിങ്ങളുടെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് ഈ കട്ടിയാക്കി വെച്ചിരിക്കുന്ന പാലില്ലേ, അതിട്ട് കൊടുക്കാം. ഇതുപോലെ ഫ്രീസറിൽ വെച്ച് നല്ല കട്ടിയാക്കി വേണം പാലെടുക്കേണ്ടത്. പിന്നെ വേണ്ടത് ഈ ബൂസ്റ്റ് ഇതിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. എൻ്റെ അടുത്ത് പലരും ചോദിച്ചിട്ടുണ്ട് ഈ ബ്ലെൻഡറിനെ കുറിച്ച്. ഇത് വണ്ടർ ഷെഫ് എന്ന് പറയുന്ന ഒരു ബ്ലെൻഡറാണ്. ഇത് വളരെ നല്ല ഒരു ബ്ലെൻഡറാണ്. കാരണം ഇതിനു മുൻപ് എൻ്റെ കയ്യിലിരുന്നത് ആദ്യം ഒരു ഫുബിസനായിരുന്നു. പിന്നെ അത് കേട് വന്നപ്പോഴേക്ക് ഞാൻ ഷിമോണോ എടുത്തു. അതും കേടായപ്പോഴാണ് ഇപ്പം ഞാൻ നാട്ടിൽ വന്നപ്പോഴാണ് ഞാൻ ഈ വണ്ടർ ഷെഫ് വാങ്ങിയത്. ഓൺലൈനിലാണ് ഞാനിത് വാങ്ങിച്ചത്. ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചത് കൊണ്ടാണ് ഇപ്പം ഞാനിത് പറയുന്നത്. ഇടയ്ക്കൊന്ന് ഇതുപോലെ ഇളക്കിയിട്ട് ഒന്ന് ഷേക്ക് ചെയ്തിട്ട് വെച്ചു കൊടുക്കണം. ഇത്രയും മതിയാവും. കണ്ടോ, നല്ല കട്ടിയായിട്ടാണ് ഈ ഷേക്ക് ഇരിക്കുന്നത്. അതായത് നമ്മൾ കുടിച്ചു വരുമ്പോഴേ ഇതിങ്ങനെ അലിഞ്ഞു വരത്തുള്ളൂ. അതാണ് ഈ ഷേക്കിന്റെ ഒരു പരുവം. ഇനി നമുക്കിത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഗ്ലാസ്സിലേക്ക് ആദ്യം തന്നെ നമുക്ക് ഈ ബേസിൽ സീഡ് ഇട്ട് കൊടുക്കാം. കണ്ടോ, ഇതിവിടെ കുതിർന്നു വന്നിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ ഷേക്ക് ഒഴിച്ചു കൊടുക്കാം. വീണ്ടും ഇതിലേക്ക് കുറച്ച് ബേസിൽ സീഡ് ഇട്ട് കൊടുക്കണം. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ടാൽ മതി കേട്ടോ. വീണ്ടും നമുക്ക് ഈ ഷേക്ക് ഒഴിച്ചു കൊടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ബൂസ്റ്റ് ഷേക്ക് ഇവിടെ തയ്യാറായി. നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇതിന്റെ ലിങ്ക് ഷെയർ ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും കമന്റ് ചെയ്യാനും മറക്കണ്ട. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. റിസ്വാൻ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് പറഞ്ഞു തരും. റിസ്വാൻ ഒന്ന് നോക്കി. അടിപൊളി അടിപൊളി സുൽത്താൻ കൂടിയത്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം.